മണിക്കുട്ടാണോ രവിയണ്ണനെ സമ്മതിക്കുമായിരിക്കുവോ? അല്ല, പുള്ളി അങ്ങ് എടിപിടിന്ന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ചിന്നു ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അല്ല എന്ന് പറഞ്ഞാലേ പ്രായപൂർത്തിയായ പെങ്കൊച്ചല്ലേ, അവളെയൊക്കെ ഒറ്റയ്ക്ക് അന്യ സ്ഥലങ്ങളിലേക്ക് വിടുക എന്ന് പറഞ്ഞാലേ ഏതച്ഛനും ഒരു വിഷമമുള്ള കാര്യമാ. അണ്ണൻ പോയിട്ടുണ്ടാ? ഞാനോ? ഒറ്റത്തവണ. എപ്പോ? അത് ഞാന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ടൂറിന് കൊണ്ടുപോകായിരുന്നു അങ്ങ് മൈസൂർക്ക്. ഞാൻ വീട്ടിൽ വന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്കൂടെ ടൂർ പോകണം, 50 രൂപ ഫീസ് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് തരത്തിലിടാന്ന്. അയ്യോ, പൈസ ഇല്ലായിരുന്നു. ഏയ് പൈസ ഇല്ല കേട്ടോ, അച്ഛൻ്റെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപ അന്ന് പൂത്തിരിക്കുക. അല്ലല്ല, അത് പിള്ളേര് പിന്നെ സ്വഭാവം മാറിപ്പോവും, അത് നശിച്ചു പോകുന്നൊക്കെ പറഞ്ഞ അച്ഛനെ ടൂറിന് വിട്ടില്ല. ആ ദേഷ്യത്തിന് ഞാൻ അന്ന് തന്നെ അച്ഛന്റെ പോക്കറ്റിൽ കിടന്ന് 50 രൂപ അടിച്ചു മാറ്റി കൊണ്ട് നാട് വിട്ടു. പണ്ടേ ബിരുദനാ. എന്നിട്ട് എങ്ങോട്ട് പോയി? ബോംബെ പോയാ? ധാരാവിയായിരിക്കും. ബോംബെയിലൊന്നും പോയില്ല. എന്റെ വീട്ടിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ കഴിഞ്ഞാൽ എന്റെ അച്ഛന്റെ ചേട്ടന്റെ വീട്, വല്യച്ഛന്റെ വീടുണ്ട്. ഞാൻ അവിടെ പോയി. അപ്പൊ അച്ഛൻ അറിഞ്ഞില്ലേ? അച്ഛൻ അറിഞ്ഞില്ല. എങ്ങോട്ട് പോകാൻ അറിഞ്ഞുകൂടാലോ, നാട് വിട്ടല്ലേ. ഒന്നും ഫോണൊന്നുമില്ല. ഒന്നുമില്ല, എഴുത്തെഴുതാ മാത്രമല്ല ഉള്ളു. വല്യച്ഛന്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞ് വെറുതെ 2 ദിവസം വെറുതെ എനിക്ക് സംശയം തോന്നിയില്ല. അപ്പൊ സ്കൂളിലില്ല, അതുകൊണ്ട് ഇങ്ങനെ വന്നാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എന്നെ തിരക്ക് ആള് വരിക. അതായത് എന്നെ കാണാതായ ദിവസം മുതല് അച്ഛൻ ആൾക്കാരെ വിട്ട് ഇങ്ങനെ അന്വേഷിപ്പിക്കുകയാണ്. ഭയങ്കര ടെൻഷൻ അടിച്ചു. പിന്നെ അങ്ങനെ അന്വേഷിപ്പിച്ചപ്പോ അറിഞ്ഞ് വല്യച്ഛന്റെ വീട്ടിൽ ഞാനുണ്ടെന്ന്. അങ്ങനെ അവിടെ ആളിനെ വിട്ട് എന്നെ അവിടുന്ന് പൊക്കി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പം ഞാൻ കാണുന്നെന്ന് പറഞ്ഞാല് അച്ഛൻ ഇങ്ങനെ യൂണിവേഴ്സിറ്റി അടിച്ചു കാണും. ഇല്ലടി, എന്നെ കണ്ടു കഴിഞ്ഞപ്പോ അച്ഛൻ കരഞ്ഞ. അന്ന് എനിക്ക് മനസ്സിലായി, അതായത് അച്ഛന്മാരുടെ സ്നേഹം എന്തുവാന്ന്. അല്ല, ആ ഒരു വിഷമം അളിയനും ഉണ്ടാവുമല്ലോ. പിന്നെ ഏതായാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അവള് വലിയ ധൈര്യശാലിയാ, പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. അവളിപ്പോ ഒറ്റയ്ക്ക് പോയാലും അവള് നല്ല എന്റെ അടുത്തോടെ നിൽക്കും. അല്ലാതെ ബോക്സിങ് അറിയാമല്ലോ, ഒരുത്തം വന്നാലും ഇടിച്ച് വീഴ്ത്താൻ അവർക്ക് അറിയാമല്ലോ, സാരമില്ലെന്ന്. നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. പറഞ്ഞു നോക്കാം, നീ വാ.